നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നാടകമേ ഉലകം. എന്തായാലും നാടകം എന്നല്ലേ? നാടകം നിങ്ങൾ കണ്ടില്ലേ? പിടിച്ചിട്ടവർ തന്നെ പുറത്ത് വിട്ടു. എന്തൊക്കെ പരിപാടികളായിരുന്നു ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനിയൊക്കെയാണ് കാണാൻ കിടക്കേണ്ടത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് അറസ്റ്റായി ജയിലിൽ കിടന്ന കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി. പുറത്ത് വന്നപ്പോൾ പിടിച്ചിട്ടവരെന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. എന്തൊരു സ്നേഹമാട്ടോ. പക്ഷെ ഈ സ്നേഹം എന്തിൻ്റെയൊക്കെയാണെന്ന് ഇനിയിപ്പം കേരളത്തിലെ ക്രിസ്തീയ സഭ ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ. ആയില്ല. കാരണം തേനും പാലുമായിട്ട് വർത്തമാനം കൊണ്ട് വീണ്ടും വന്ന സമയത്ത് ഒരുപാട് സന്തോഷമായെന്നൊക്കെ വിളിച്ചു പറയുന്ന കച്ചനാരന്മാരെ കണ്ടായിരുന്നു. എന്തോ പിടിച്ചിട്ടതാരാണ്, പുറത്ത് വിട്ടതാരാണ്, പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്, ഇതൊക്കെ ആരുടെയാണെന്ന് ഉള്ളത് ബോധം ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത് എന്ന് പറയാം. പക്ഷെ ഈ സ്നേഹമൊന്നും ഈ കേക്കും വൈനും കൊണ്ടും അല്ലെങ്കിൽ അത് ഇതുകൊണ്ടൊന്നും അരമനയിലേക്ക് കയറി ചെല്ലുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. കേരളത്തിൽ അവർക്ക് ഇലക്ഷന് ജയിക്കണം, കേരളത്തിൽ അവർ കേരളം ഭരിക്കണം. കേരളം അവരെന്ന് ഭരിക്കുന്നോ അന്ന് തീർന്നു കേരളത്തിന്റെ സമാധാനം എന്നാണ് വിശ്വസിച്ചത്. പിന്നെ കേക്കും വൈനൊന്നും ഉണ്ടാവില്ല, പകരം വേറെ എന്തൊക്കെ ഉണ്ടാവുള്ളൂ. പറഞ്ഞതിന്റെ പൊരുളും മനസ്സിലായല്ലോ. അപ്പം ബുദ്ധിപൂർവ്വം പിതാക്കന്മാരിരുന്നാലും പിതാക്കന്മാരിരുന്ന വിളിച്ചു പറയുന്ന വിഡ്ഢിത്തരങ്ങൾക്കെല്ലാം കേട്ടിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന സഭാവിശ്വാസികൾക്കും ഇച്ചിരികളൊക്കെ ബുദ്ധിയുണ്ടെങ്കിൽ നല്ലത്. അപ്പം അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. കേന്ദ്രം ഭരിക്കുന്ന ആരാണ്? സംസ്ഥാനം ഭരിക്കുന്ന ആരാണ്? റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? അവരാദ്യം എന്താ പറഞ്ഞേ? റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. അതിന് ഫൈനലിൽ അടയ്ക്കണ്ടേ? പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ബജരംഗദളിനെ വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടേ? അവർക്കെതിരെ എന്താ നടപടി എടുത്തു? ഒന്നും എടുത്തില്ലല്ലോ. അപ്പൊ അവിടെ കയറി വന്ന ആൾക്കാർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടായിരുന്നോ? ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ 1000 ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ അവർ ഉത്തരം പറയത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി, അവർ പിടിച്ചകത്തിട്ടു. അപ്പം അവരെ സംബന്ധിച്ചോളം കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ അജണ്ടയാണ് കേരളത്തിൽ സീറ്റ് പിടിക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്നേഹപ്രകടനം മാത്രമായിരുന്നു അത്. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. പോട്ടെ. ബൈ.